ഹലോ സോറി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോറി ട്ടാ, എല്ലാവരും വെയിറ്റ് ചെയ്ത്. ഓക്കെ, താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഒരു സെക്കൻഡ്, ആരാ? അപ്പോ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. താങ്ക് യു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വേണ്ടത്. എല്ലാവരും എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ കാല് കുത്തിയ അപ്പം മുതൽ തുടങ്ങിയതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. എനിക്ക് എല്ലാവരും സ്നേഹിക്കുന്നു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അമ്മമാരെന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് ആൾക്കാരെന്നെ സ്നേഹിക്കുന്നു. ഇത് മതി എനിക്ക്. ഈ 7 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ആക്കാൻ പറ്റിയല്ലോ അല്ലേ? അതൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഞാനൊരു ചൊറിയനല്ല, ഞാൻ ഒരു സാധാരണ ടി.എൻ. വിശ്വനാഥൻ്റെയും ഗിരിജാകുമാരിയുടെയും സാധാരണ ഒരു ഇതിലെ 3ാമത്തെ മകനാണ്, മൂത്ത ചേട്ടനാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് എപ്പോഴും വേണം, എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ. അല്ലേട്ടാ, പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടനെ കുറിച്ച് മൊത്തം അറിഞ്ഞപ്പോണ്ടല്ലേ ഒരു പാവ ആള്, എല്ലാവർക്കും സഹായി, അങ്ങനെ ഒരാളായിട്ടാണ് രതീഷ് ചേട്ടനെ കുറിച്ച് നാട്ടുകാരെല്ലാം പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഫസ്റ്റ് ദിവസം തൊട്ട് ചൊറിയുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറിയത്? അതല്ല, ഞാൻ പറയട്ടെ, ഇയാളുടെ പേരെന്താ? അജിത്ത്. ഏത് മീഡിയ? ഓക്കെ. അതായത് അജിത്ത് ഇപ്പൊ ഇവിടെ നിൽക്കല്ലേ? അജിത്ത് ഇവിടെ നിൽക്കുമ്പോ ഞാൻ ഏത് രീതിയിലാണ് അജിത്ത് പെരുമാറേണ്ടത്? അതായത് ഇതൊരു ഗെയിമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയിൽ ഞാൻ പെരുമാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു. അതാണ് സംഭവം. അത് അജിത്ത് എന്നെ തേടി വന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ റിയാലിറ്റി നിൽക്കുക, അവിടെ ഒരു ഗെയിമിൽ നിൽക്കുകയാണ്. ഈ ഗെയിമിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. ഞാൻ പറയാറുള്ളത് എന്താ, എൻ്റെ ബേസ് ഞാൻ വളരെയധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഒരു എനർജി പവറിന് ഒരു കുറവില്ല. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അപ്പോൾ ഞാൻ വളരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും സംസാരിച്ചിരിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്. ഇതേ കണ്ടില്ലേ, ഷർട്ട് ഇടാൻ നിൽക്കില്ലേ പാവം എൻ്റെ അച്ഛൻ. ഞാൻ ഉമ്മ വെച്ചോട്ടെ, എൻ്റെ അച്ഛനാണ്. ഞാനിപ്പോഴും എന്താ എന്തൊക്കെയുണ്ട്? വിഷമയ്യ? എന്തിനാ വിഷമിക്കണ്ടാ? കളിച്ചത് കണ്ടില്ലേ, ഇവരൊക്കെ വന്നിട്ടില്ലേ? കളിച്ച് ജയിച്ചിട്ടാ വന്നിട്ട് കേട്ടോ. ഓക്കെ. അച്ഛനെ കാണാൻ വേണ്ടിട്ട് എനിക്ക് മുട്ടി നിൽക്കായിരുന്നു. ഇതാണ് എൻ്റെ അച്ഛൻ, കണ്ടില്ലേ? കയ്യിൽ വെച്ചോണ്ടിരിക്കുക അല്ലേ? അത് ഞാനാണ് നേരിട്ട് അച്ഛനെ വന്ന് കാണാൻ തോന്നുന്നത്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത് കാണാം കേട്ടാ. ഇതെന്റെ അച്ഛനാണ്. പിന്നെ അമ്മേനെ കണ്ടില്ലേ? അമ്മ ഇതാണ് എൻ്റെ അമ്മ. ഓക്കെ. അമ്മ ഇത് എൻ്റെ ചേട്ടൻ. ഹിറ്റായത് അമ്മു ചേച്ചി. പിന്നെ ഇതെന്റെ 2ാമത്തെ മോളാണ് പാറു. അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. മൂത്തവൾക്ക് പരീക്ഷയാണ്, അക്ഷര അച്ചു. നിങ്ങളെല്ലാവരും അച്ചുവിനെ എടുക്കാൻ പറ്റട്ടോ, അല്ലെങ്കിൽ കംപ്ലൈന്റ് വരും. അവള് നാളെ പോലെ എന്നോട് ഭയങ്കര കംപ്ലൈന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്കിത് പിടിക്കാനുള്ളൊരു അത് കാരണമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ചൊറി സ്വഭാവം എന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കോമാളിയല്ല, ഞാനൊരു ചൊറിയനല്ല, ഞാനൊരു തരികിടയല്ല. എൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവരും നല്ല അല്ലേ? അന്വേഷിച്ച് നോക്കിയാ പേരെന്താ ഇയാളുടെ? എന്താ അന്വേഷിച്ച് നോക്കിയത്? ഈ സ്വഭാവം എങ്ങനെ കാണിച്ചു എന്നൊക്കെ സംശയം ഉണ്ടെന്നൊക്കെ. രതീശൻ തന്നെയാണോ അതിന്റെ അകത്ത് കേറിയത്? ഡൗട്ട് ഉണ്ടെന്നൊക്കെ ചിലർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് കളിച്ചത്. എൻ്റെ സ്വഭാവം അങ്ങനെയല്ല, എൻ്റെ ബേസ് സംസാരമാണ്. പിന്നെ ഇയാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ചൊറി സ്വഭാവം. ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗെയിം കളിക്കാൻ പോയതാണ്. ഈ ഗെയിം കളിക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മള് വേണ്ടത് അവിടെ വലിയ ആനക്കാരൊന്നും കിട്ടില്ല. എങ്ങനെയെന്നല്ല, എന്തുകൊണ്ട് ഈ ചൊറി സ്വഭാവം സ്ട്രാറ്റജി ആദ്യം എടുത്തു? കാരണം എന്താ അറിയോ, ആദ്യം എല്ലാവരും എന്നെ വെറുക്കട്ടെ, അത് കഴിഞ്ഞ് മെല്ലെ ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ വിചാരിച്ച മനസ്സിൽ തിങ്ക് ചെയ്ത ഗെയിം അതായിരുന്നു. അത് തന്നെയല്ലേ പുറത്തേക്ക് വന്നത്. അതായത് ആദ്യം നമ്മളൊരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ എത്ര നോക്കി കഴിഞ്ഞാലും, എൻ്റെ കേട്ടോ, നിങ്ങളെല്ലാവരും എന്നെക്കാളും 100 മടങ്ങ് ബുദ്ധിയുള്ള ആൾക്കാരാണ്. പക്ഷെ എൻ്റെ ഒരു ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്നേഹം ആരുടെയും പിടിച്ചു പറ്റാൻ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്നേഹം നമുക്ക് കിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കിട്ടുന്നത് എന്താ?
ഫസ്റ്റ് കിട്ടുന്നത് താനെന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തു അല്ലേ? അതാണ്. അപ്പൊ ആ വെറുപ്പ് ആദ്യം സമ്പാദിക്കുക. അല്ലേ? ആദ്യം നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് വെറുപ്പാണ്. ആ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ഒരു സാധാരണക്കാരനായിട്ട് പോയതാണ്. ഇപ്പോഴും ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് വേറെ ഒരു സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും വന്നില്ലേ? അതെന്താണ്? ഞാൻ ഫസ്റ്റ് നമ്മൾ ഒരാളുടെ സ്നേഹം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ വെറുപ്പ് സമ്പാദിക്കണം. വെറുപ്പ് സമ്പാദിച്ചിട്ട് ഈ വെറുപ്പ് കുറേ ഇഞ്ചക്ട് ചെയ്ത് നമ്മളിലേക്ക് കയറ്റി പിന്നെ ഈ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഞാൻ എന്താണോ എന്ന് പറഞ്ഞ് സംസാരിച്ച് ഞാൻ പാവക്കുട്ട സുഖല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അയ്യോ ഇത്രയും ദേഷ്യപ്പെട്ട ഒരാൾ കണ്ടില്ലേ ഇപ്പൊ സംസാരിക്കണെന്ന് പറയും. അങ്ങനെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും അല്ലേ? ഞാൻ എന്റെ ബുദ്ധിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമാന്മാരാണ് വർക്കായില്ലോ. പക്ഷെ വർക്കായി വരുമ്പോഴേക്കും വോട്ട് ക്ലോസ് ചെയ്ത് പോയി. അപ്പൊ അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ സത്യസന്ധമായിട്ട് തോന്നിട്ടുള്ളൂ. ഞാൻ വളരെയധികം പണിയെടുക്കാനായിരുന്നു. എനിക്ക് ആ ഗെയിം ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയാം, എനിക്ക് മതിയായിട്ടില്ലടൂ. എനിക്ക് ഇനി ഗെയിം കളിക്കാനുണ്ട് അവിടെ. പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരാഴ്ചയും കൂടി എനിക്ക് ഒരു നീട്ടി അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ടാവും എവിക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ 2 ദിവസം ഞാൻ എൻ്റെ ചേട്ടൻ പറഞ്ഞു ആൾക്കാരെല്ലാവരും എന്നെ നെഗറ്റീവ് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ? അമ്മു ചേച്ചിക്ക് ഭയങ്കര വിഷമമായി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഓരോ ചെറിയ ഞൊടുക്ക് സാധനങ്ങളൊക്കെ, അതായത് കോമഡി കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് അവസാനം ജയിൽ ടാസ്കിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എൻ്റെ സമയം കഴിഞ്ഞത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം, ബിഗ് ബോസ് ആണ് എന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറ്റിയുള്ളൂ. ഞാൻ നെടുമ്പാശ്ശേരിയിൽ പോകുമ്പോൾ എനിക്ക് അറിയാം, എൻ്റെ ചേട്ടൻ സൗത്ത് ആഫ്രിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് കയറുന്ന ആളാണ്. എൻ്റെ 2 ചേട്ടന്മാരും, 2ാമത്തെ ചേട്ടൻ ബാംഗ്ലൂരാണ്. ആളൊക്കെ എപ്പോൾ നോക്കിയാലും ഫ്ലൈറ്റിൽ കയറുന്ന ആളാണ്. ഞാൻ മാത്രമാണ് ഈ നാട്ടില് ഈ പറഞ്ഞ പോലെ ചെറിയ ബൈക്കും കേട്ട് പോകുന്നുള്ളൂ. ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറിയത് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് തന്നെ ഫ്ലൈറ്റിൽ കയറ്റി. എനിക്ക് കിട്ടിയൊരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പോഷർ കിട്ടി. ഇതൊക്കെ എനിക്ക് ബിഗ് ബോസ് തന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. ബിഗ് ബോസ് ആണ് എന്റെ എല്ലാം. എന്റെ ബിഗ് ബോസ് എന്റെ മുത്താണ്. ഈ ബിഗ് ബോസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ സ്റ്റേജിൽ മറ്റു മത്സരാർത്ഥികളോട് പറയണ്ടായിരുന്നു, എന്റെ ഗെയിം നിങ്ങൾ കളിക്കരുത് കേട്ടോ. എന്റെ ഗെയിം അത് കളിക്കണ്ട, വഴി തനിയെ വഴി. ഞാനൊരു മുൻകൂട്ടിയിട്ട് ഒരു അലക്കി കൊടുത്താണ്. എന്റെ ഗെയിം നിങ്ങൾ കളിക്കരുത്. കാരണം എന്റെ ഗെയിം തെറ്റായ ഗെയിമാണ്. എന്റെ ഗെയിം കളിച്ച് നിങ്ങൾ ഔട്ട് ആവണമെന്ന് പറഞ്ഞത്. എന്റെ ഗെയിം ഞാൻ കളിച്ചാൽ മതി. പെട്ടെന്ന് എങ്ങാനും വല്ല ബിരിയാണി കിട്ടിയാലോ? അപ്പൊ എനിക്കിതിന്റെ ബാക്കി ഇടണ്ടേ? എന്റെ ഗെയിം, എന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം സ്പേസ് ആണ്. അപ്പൊ അവര് എന്റെ സ്പേസ് വലിയ സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് അതൊക്കെ ആയിക്കോട്ടെ. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. എല്ലാവരും 19 പേര് കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ 19ാമത്തെ കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ 19 പേരുണ്ട്. ഈ 19 പേരിൽ ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത് 18 പേരും എന്നേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരെ എങ്ങനെയും എനിക്ക് ചെറുത്ത് നിൽക്കണം. അതിൽ ചെറുത്ത് നിൽക്കണമെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഗെയിം പ്ലാനിൽ നോക്കണം. ഞാൻ എപ്പോഴും അവിടെ എൻ്റെ ചൊറി സ്വഭാവം എടുത്ത് ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കുറേ പേര് പറഞ്ഞു ഒറ്റപ്പെടൽ ഗെയിമാണോ എന്ന് പറഞ്ഞു. ഒറ്റപ്പെടൽ ഒരു ഗെയിമല്ല. നമ്മൾ പറഞ്ഞിപ്പോൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും ശത്രുക്കളൊക്കെ എനിക്ക് പറ്റും. പക്ഷെ മിത്രങ്ങളാക്കാൻ അത്ര എളുപ്പമല്ല. അതാണ്. അപ്പോൾ എനിക്ക് എളുപ്പവഴി എന്താണ്? എൻ്റെ മുമ്പിൽ ഒരു ആഴ്ചയുണ്ട്. ഞാനൊരു സാധാരണക്കാരായിട്ട് പോയവനാണ്. മറ്റുള്ളവരൊക്കെ ഒരുപാട് സ്റ്റാറ്റസുകളും മറ്റേ എന്തെങ്കിലും തരത്തിൽ ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എന്നടി എപ്പോഴോ നോക്കാറ്, ഞാൻ ഒന്നും ചെയ്യാറുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം 7 ദിവസം ഒരു ക്രൂഷ്യലായിരുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിൽ 7 ദിവസം കൊണ്ട് ബിഗ് ബോസ് സീസൺ 6 രതീഷ് കുമാറിന്റെ വ്യക്തി കടന്നുകൂടി ഇല്ലേ? തീർച്ചയായും അതെന്റെ വിജയം. അല്ല, പക്ഷെ എന്തുകൊണ്ടപ്പോ അപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് പെട്ടെന്നുള്ള ഒരു എനിക്കറിയില്ല. ഒരിക്കലും വോട്ടിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കും. അല്ല, അത് വോട്ടിന്റെ തന്നെ ആയിരിക്കാം. കാരണം അതൊക്കെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ആണ് എല്ലാം തീരുമാനിച്ചത്. ബിഗ് ബോസ് ഒന്നും ഒരാളെ പോലും ചതിക്കില്ല. ബിഗ് ബോസ് എടുക്കുന്നത് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം തുറന്നു തരുന്ന ബിഗ് ബോസ് എന്തിനാണ് നമ്മളെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ വോട്ടിംഗ് ഒക്കെ സത്യസന്ധമാണ്, എല്ലാം സത്യസന്ധമാണ്. അപ്പോൾ ബിഗ് ബോസ് എനിക്ക് വോട്ട് കുറഞ്ഞു. ഞാനിപ്പോ കണ്ടില്ലേ ചേട്ടാ. അതായത് ബിഗ് ബോസിൽ കണ്ടന്റ് തന്നിരുന്ന ചേട്ടനാണ്. ആളുകളെ കാണാൻ, പ്രേക്ഷകരെ ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിച്ചിരുന്ന ആള് ചേട്ടനാണ്. അപ്പൊ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിന് പുറത്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല, അത് ഞാൻ പറയട്ടെ, അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് ബിഗ് ബോസ്.
ബിഗ് ബോസ് അവിടെയും എന്താ വെച്ചാൽ കണ്ടന്റ് തരുന്നത് ഞാനാണെങ്കിൽ എനിക്ക് വോട്ട് കുറവാണ്, അപ്പം ഞാൻ ഔട്ടായി. അതാണ് ബിഗ് ബോസ് എന്ന്. ബിഗ് ബോസിന് അവിടെ കള്ളത്തരില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും എന്നും അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. കാരണം അതാണ് ബിഗ് ബോസ്. ഏറ്റവും കൂടുതൽ കണ്ടു തരുന്ന ആളാണെന്ന് പറഞ്ഞു. വെരി താങ്ക് യു. ഇയാളുടെ പേരെന്തായിരുന്നു? ജോഗർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടന്റ് മേക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ എത്തി. നിങ്ങളെല്ലാവരും സ്നേഹം കിട്ടി. എന്നെ നെടുമ്പാശ്ശേരി എന്നറിയാം. എന്നെ എത്രയോ പരിചയമില്ലാത്ത എൻ്റെ ഫോണുകളിൽ അമ്മമാർ വിളിച്ച് കരയാണ്, എൻ്റെ മോനെ നീ ഔട്ടായില്ലടാ ഔട്ടായില്ലടാ പറഞ്ഞിട്ട്. അമ്മ ആലോചിച്ചു, ഞാനതൊക്കെ മതിലോ, എനിക്ക് ഇതേ ടി എൻ വിശ്വനാഥൻ്റെയും ഗിരിജാമനുടെയും മകന് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തുട്ടാ 7 ദിവസം കൊണ്ട് ഒരു 100 ദിവസത്തെ എഫക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ലോ. മതി, ഞാൻ ഹാപ്പിയാണ്. ബിഗ് ബോസിൽ വന്നതിന് മുന്നേ, ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസം ലൈഫിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ലൈഫിൽ കുറെ ഇതേപോലെ ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കുന്നു പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് നമ്മളിപ്പോ രാവിലെ വരെ സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് എങ്കിൽ പോലും ഒരു ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും ഒരുപാട് മനുഷ്യര് മാറും എന്ന് പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ. അപ്പൊ അത്തരം എന്തെങ്കിലും ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. ഞാൻ മാറിയിട്ട് ഞാൻ ഇപ്പോഴും ഗെയിം കളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. എൻ്റെ മൈൻഡൊക്കെ ഫിറ്റാണ്, എല്ലാം ഫിറ്റാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പലതരം ഗെയിമുകൾ കളിക്കും. അതൊക്കെ ഞാൻ എൻ്റെ ബുദ്ധി വെച്ചിട്ട് കളിക്കുന്നതാണ്. അതൊക്കെ അത് മറ്റേ ബുദ്ധി എന്ന് പറഞ്ഞാലേ, ഞാനിപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പവർ കിട്ടും. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധി കിട്ടും. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ താൻ കൈ ചൂടി കഴിഞ്ഞാൽ താൻ എന്തിനാണ് കൈ ചൂടുന്നതെന്ന് തൻ്റെ കണ്ണിൽ നോക്കി ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് വേറെ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ടാവില്ല നമ്മൾ പോയിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് 4 മണിക്കൂർ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു 10 ദിവസം മുന്നേ ഈ ലൈഫാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലാങ്ക് ഔട്ട് ആവാണ്. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. നമുക്ക് ലോക്ക് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടാവും, അത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ആരൊക്കെയാണ് അടുത്തുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മകള് തുടങ്ങിയിട്ടുള്ള ചേട്ടൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ എനിക്ക് അമ്മ ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് ഒരു ഗെയിമാണ്. ബിഗ് ബോസിലാണ് ഉദ്ദേശം ഇപ്പൊ ഗെയിം കളിച്ച് തീർന്നില്ല എന്ന് പറയുന്ന ഒരു ബിരിയാണി കൂടി കിട്ടുമായിരിക്കും പ്രതീക്ഷയുണ്ടോ? അറിയില്ല, അതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഇത്രയും നേരം എന്നെ കാത്തിരുന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാലോ കേട്ടോ, ഒന്നും തോന്നരുത് കേട്ടോ. ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ ഒരു പക്ഷെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴോ പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. ഒന്നും എടുത്തരുത്. അവിടുത്തെ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നിരിക്കും. ദയവ് ചെയ്ത് നമുക്ക് നമ്മൾ വിശദമായിട്ടിരിക്കും. അല്ല അത്തരം വാക്യങ്ങളോ അല്ലെങ്കിൽ അത്തരം സംവാദങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ സമയത്ത് പിന്നീടുള്ള ഒരു കുറ്റബോധം, ഒരു കുറ്റബോധത്തിന്റെ അല്ല, അതൊക്കെ ഞാൻ അവിടെ ഇട്ടു. ഗെയിമൊക്കെ അവിടെ ഇട്ടു. ഇനി അവന്റെ അമ്മ ചോദ്യം കെട്ടിട്ട് അടിക്കും. അമ്മ ഇപ്പൊ വരുമ്പോ പറഞ്ഞത് പടി കയറി കഴിഞ്ഞാൽ നിർത്തിക്കോട്ടെ, ഗെയിം വേണ്ട, നിന്റെ അതും വേണ്ട, എന്റെ ഇഡ്ഡലി കച്ചവടി ഇരിക്കണം. അല്ല, അമ്മയുടെ മുന്നേ ഞാൻ വന്ന് ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ രതീഷേട്ടനെ പറ്റി എന്താ ഫോക്കസ് അല്ല അപ്പൊ അമ്മ പറഞ്ഞത് നിങ്ങൾ കാണുമ്പോൾ ഒരാളല്ല. അപ്പൊ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഈ മാറ്റം കൊണ്ടുവന്നത് എങ്ങനെയാ? ഈ മാറ്റം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒരു സാധാരണക്കാരന് എനിക്ക് വലിയൊരു വാതിൽ തുറന്നു കിട്ടുകയാണ്. വലിയ വാതിൽ തുറന്നു കിട്ടുമ്പോ എന്റെ ഈ നല്ല സ്വഭാവം കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ വരുത്തിക്കണം അവിടെ. അതായത് ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ കളിച്ചിട്ട് നിങ്ങൾക്ക് എന്നല്ല ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ ജീവിതത്തിൽ എല്ലാവരും സോപ്പിട്ട് എല്ലാവരും ഇങ്ങനെ മസ്കൊക്കെ ഇട്ടിട്ട് ആരും വെറുപ്പിക്കാതെ ചേട്ടാ സുഖാണല്ലോ ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു സ്വഭാവം എനിക്ക് അവിടെ ഇൻബിൽറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അതിന്റെ ഗെയിമല്ലേ. നമ്മളൊരു ജോലിയിൽ ഇതാക്കുമ്പോ, നമ്മുടെ ജോലിയിൽ നമ്മള് കയറുമ്പോ നമ്മൾ ആ ജോലിക്ക് അനുസരിച്ചിട്ടാണല്ലോ. ഇപ്പൊ നമ്മൾ മെഡിക്കൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ചെന്നിട്ട് പച്ചക്കറി കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. മെഡിക്കലിന്റെ സാധനങ്ങളെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പൊ തനിക്ക് ബിസിനസ് അല്ലേ ചെയ്യണം, തനിക്ക് പച്ചക്കറി കൊണ്ടുകൊടുത്തോളെന്ന് ചോദിച്ചാൽ അതല്ല. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ കയറുമ്പോൾ എന്റെ ഈ നല്ല സ്വഭാവം കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ നല്ലവനായി ഉണ്ണിയായിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ അമ്മ പറയണു എനിക്ക് ഭയങ്കര വിഷമായി എന്ന് പറയണു. ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ഭയങ്കര വിഷമമായി. അത് അവരുടെ അമ്മയുടെ ഒരു കെയറിങ് ആണ്. പക്ഷെ അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാൻ ഗെയിമൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നു. ഇനി ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ബിസിയാണ്.
ഇനി അടുത്ത നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ. ഈ അടുത്ത് വന്ന മറ്റേ ജയിലിലെ ആ ഒരു പോർഷനൊക്കെ വന്നപ്പോ ജിൻഡോ ചേട്ടനായിട്ടുള്ള ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാവരും ചിരി പടർത്തിയൊരു ഇതായിരുന്നു. ഈ ചേട്ടൻ പോകാൻ നേരത്തും കരഞ്ഞിട്ടാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞങ്ങള് ഭയങ്കര അവന്റെ പ്രശ്നം എന്താ അറിയോ, അവൻ എന്നെ ഇടിക്കാനൊക്കെ വന്നിട്ട് ഇപ്പൊ ഞാൻ തിരിച്ചു പറയും വാടാന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇട്ടാ എന്താടാ നീ വാടാ എന്താടാ. അവൻ അങ്ങനെയാണ്, അവൻ അത്രേ ഉള്ളൂ. അവൻ ഒരു പാവാണ്. അവന്റെ വായിൽ നിന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നതല്ല പുറത്തേക്ക് വരിക. അവൻ അത് ശുദ്ധനായിട്ടുള്ള ഒരാളാണ്. ഞാൻ കണ്ടുപിടിച്ച ബിഗ് ബോസിലെ ഏറ്റവും വലിയ സുഹൃത്താണ് എൻ്റെ ജിൻഡോ. ഞാൻ അറിയണു, എൻ്റെ അമ്മയും ചേട്ടൻ വൈഫൊക്കെ പറയണു അവനെന്തോ ലാലേട്ടൻ്റെ അടുത്ത് മുട്ടുകുത്തി നിന്നിട്ട് എന്നെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയണമെന്ന് പറയണു. ഇവരൊക്കെ പറഞ്ഞാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് പോയിട്ടില്ല. പക്ഷെ അത് അവൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ്. അവനൊരു കാര്യം വരുമ്പോൾ ഞാനും അതെ, അവന് ചെറിയ ചെറിയ പാകപ്പിഴകൾ വരുമ്പോൾ അവന് പാകപ്പിഴകൾ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചെന്ന് പറയും അത് അങ്ങനെയല്ല കേട്ടോ, അവൻ പാവട്ടെ, എനിക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാം. എൻ്റെ എതിരെ നിൽക്കുന്ന ആളാ, 19 പേരിൽ ഒരുത്തനെ വെട്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ അതൊരു ഗെയിമേ അല്ല. വീഴുന്നവനെ കുത്താൻ നമുക്ക് പറ്റും. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവനെ കുത്താനുള്ള പ്രാപ്തനാക്കിക്കൊണ്ട് നേരിട്ട് വന്നിട്ട് കുത്ര എന്ന് പറയണം. അതാണ് എൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ അതിലാണ് ഞാൻ ഇതാക്കിയത്. അത് ഞാൻ എൻ്റെന്ന് പറ്റിയതല്ലേ. കണ്ടില്ലേ അച്ഛനെങ്ങനെ ഇരിക്കണതുകൊണ്ട് കാര്യമില്ല. പുപ്പൂരിയാ ഒന്നൊന്നര സിംഗാണ്. അയ്യോ നല്ല കെമിസ്ട്രി ആയിരുന്നു. ജാൻവിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും എനിക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ എന്റെ കഞ്ഞിയിലെ പാറ്റകളാണ്. എങ്കിൽപ്പോലും നിങ്ങൾ അതൊരു കാണാൻ അഖിൽമാരാർ ശോഭ ടോം ആൻഡ് ജെറി ഗെയിം ഞാൻ എന്താ പറയാ, ജാൻവിയായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. റതിഷട്ടാ എന്റെ അടുത്തേക്ക് വരും. നല്ല ക്ലോസ് ആണ്. ജയിൽ ടാസ്കിലൊക്കെ ജാൻവി ഇടക്കിടക്കിടക്ക് നിങ്ങൾ കണ്ടോന്നൊന്നും അറിയില്ല, ടെലികാസ്റ്റ് എനിക്കൊന്നും അറിയില്ല ടെലികാസ്റ്റ് ഒന്നും. ഞങ്ങളുടെ അടുത്ത് ഇടക്കിടക്ക് വരാറുണ്ട്. ഇരിക്കേണ്ട ആൾക്കാരൊക്കെ വരും, കാരണം കണ്ടന്റുകൾ ഇവിടെയാണ്. ഞാനും ജിൻഡോ അവിടെ ജീവിക്കുകയായിരുന്നു. ജിൻഡപ്പൻ മല്ലയ്യ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. മതിയായില്ലിടും. അങ്ങനെയാണ് ഈ പറഞ്ഞ ഗബ്രിയുടെ ജാസ്മിന്റെ പ്രണയമൊന്നും അറിയില്ല. അത് ഞാൻ അകലെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ. അല്ല അത് പറഞ്ഞിരുന്നല്ലോ, നിങ്ങള് പ്രേമിക്കുകയാണോ എന്നുള്ള സാധനം അടിച്ചിരുന്നല്ലോ. ഞാൻ ഒക്കെ കുറെ അടിച്ചിരുന്നു, ഒന്നും ഓർമ്മയില്ല എനിക്ക്. തങ്കൊക്കെ കുറെ അടിച്ചിരുന്നു. നിങ്ങളൊക്കെ അതൊക്കെ റീലൊക്കെ എടുത്തിട്ട് എന്നെ പ്രശസ്തനായിരിക്കും. അല്ല ആ ഒരു സ്നേഹം സത്യമാണെന്ന് തോന്നുന്നു. എനിക്ക് അതൊന്നും ഞാൻ നോ കമന്റ്സ്. എനിക്കറിയില്ല അവരുടെ സ്നേഹം സത്യമായാലും സത്യമല്ലെങ്കിലും ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടില്ല. ഒരു പാട്ടൊന്ന് പാടാം. കവിളിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിളിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ കവിളിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിളിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. മുഴുവൻ പാടും. വാച്ചോണ 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 വാച്ച 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 വാച്ച. നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. ഓ ഓ ഓ നിന്റെ വാച്ച് എന്റെ കയ്യിലില്ല, എന്റെ വാച്ച് നിന്റെ കയ്യിലില്ല. സത്യം 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 വീണ്ടും കാവിരി തുമ്പി നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഒരു പാട്ട് വേണം പറഞ്ഞിട്ട് എന്നെ ബ്ലോക്ക് ഇതാണ് ഞാൻ ഇത്തരം ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഭർത്താവ് ഇത്ര നാള് ജീവിച്ചു. എന്ത് തോന്നുന്നു ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞാൽ? സത്യസന്ധമായിട്ട് പറയണം, ബിഗ് ബോസിൽ പോയ ശേഷം എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെയാണ്. അല്ല അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നോ? ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു എന്റെ വിശ്വാസം. ഫുഡ് ഉണ്ടാക്കാനും ഞാൻ പാത്രം കഴുകണില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇവിടെ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതായത് പാത്രം കഴുകുക അങ്ങനത്തെ പരിപാടിയായിരുന്നു. അല്ലാതെ ഫുഡ് ഈ ചേട്ടന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നോ? ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നല്ലോ. അതും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഞാൻ കണ്ണാടിന്റെ ഗെയിമില് പൂർണ്ണ തൃപ്തിയായിരുന്നു. അല്ല നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പോയത്, ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത്. പക്ഷെ എന്തായിരുന്നു ഗെയിം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗെയിം പ്ലാൻ നീ വെറുതെ പറയല്ലേ. ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ സംസാരം അതന്നെ.
ഇവര് വിചാരിക്കും ഇത് നീ വെറുതെ പറഞ്ഞു പോകണം, നാളെ മറ്റേ ഗെയിം പ്ലാനോട് കൂടിയിട്ടൊന്നും പറയില്ലട്ടാ. ഒരു ഗെയിം പ്ലാൻ ഇല്ലാതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ബേസ് എന്റെ സംസാരമാണ്. ആ സംസാരം വെച്ചുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതൊരു ഗെയിമായിട്ട് ഞാൻ ചേട്ടന്റെ ഒരു സംസാര രീതിയിലും പ്രവർത്തികളിലൊക്കെ ഒരു തൃശ്ശൂർക്കാരുടെ ടച്ച് കാണാൻ സാധിക്കുന്നുണ്ടായി. അത് എങ്ങനെയാ അത്തരം കാര്യങ്ങളൊക്കെ? തൃശ്ശൂർക്കാരുടെ മനസ്സിലായില്ലേ? തൃശ്ശൂർക്കാരുടെ ഒരു താളവും. ഞാൻ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർക്കാരനാണ്. അതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് തൃശ്ശൂരായിട്ടുള്ളൊരു ബന്ധവും കാര്യങ്ങളും? തൃശ്ശൂരിൽ ഞാൻ ജനിച്ചു വളർന്നത് ഈ വീട്ടിലാണ് ജനിച്ചത്. ഞാൻ 3ാമതാണ് ജനിച്ചത്. ഞാൻ എന്റെ മൂത്ത ചേട്ടനായിട്ട് വയസ്സ് ഞാൻ പറയുന്നില്ല, 10 വയസ്സിന്റെ ഡിഫറൻസ് ആണ് മൂത്ത ചേട്ടനായിട്ട്. രണ്ടാമത്തെ 8 വയസ്സിന്റെ ഡിഫറൻസ്. ഞാൻ പെണ്ണാമെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച് ആളായതാണ്. അതെ. അപ്പോ ഞാൻ തൃശ്ശൂര് ഈ പൂങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ പൂങ്ങുന്ന എന്റെ എല്ലാമാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഓരോ വീടുകളും എല്ലാവരുമായിട്ട് നല്ല പരിചയവും കാര്യങ്ങളൊക്കെയാണ്. എന്തുണ്ടെങ്കിലും ഞാൻ ഓടിപ്പോകുന്ന ഒരാളാണ്. അപ്പോൾ തൃശ്ശൂരായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം, പിന്നെ തിരുവമ്പാടി ആഘോഷ കമ്മിറ്റി അംഗം, ശിവന്റെ അമ്പലത്തിലെ കമ്മിറ്റി അംഗം, അയ്യപ്പ സേവാ സംഘത്തിലെ കൺവീനർ, ജോയിന്റ് സെക്രട്ടറി, അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ പോകുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം ഇത്രയും വലിയൊരു വാതില് തുറന്നു കിട്ടി. ലാലേട്ടനെ പോലത്തുള്ള വലിയൊരു ലെജൻഡ് എന്നെ പേര് വിളിച്ച് സ്റ്റേജിൽ കയറ്റി എന്നെ കൊണ്ട് എൻ്റെ ഉണ്ട പാട്ട് പഠിപ്പിച്ചു. ഇതിൽ പരം ഞാൻ ഒരു സാധാരണക്കാരന് വേറെ എന്തെങ്കിലും വേണം? എല്ലാം നേടിയൊരു സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി 7 ദിവസം കൊണ്ട് എല്ലാവരും പറയുന്നു 100 ദിവസത്തെ പാക്കേജ് കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷം. അമ്മമാരും കേരള ഹൃദയങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അതും ഭയങ്കര സന്തോഷം. കിട്ടണതെല്ലാം ബോണസ്. അത് കഴിഞ്ഞ് വീണ്ടും ലാലേട്ട സ്റ്റേജിൻ്റെ മുകളിൽ കയറ്റി കുറേ നല്ല കാര്യങ്ങൾ സംസാരിച്ചു. എന്നെ വളരെയധികം ഒരു സന്തോഷപൂർവ്വം തന്നെയാണ് ഞാൻ അവിടുന്ന് ഞാൻ പടിയിറങ്ങി വന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ നിലയ്ക്ക്, ഒരു സാധാരണ തൃശ്ശൂർക്കാരൻ നിലയ്ക്ക് വീണ്ടും ഞാൻ പറയുന്നു, സാധാരണ ഇരിക്കുന്ന ഷർട്ട് ഇടാത്ത ടി.എൻ. വിശ്വനാഥൻ അപ്പൊ അതെല്ലാരും സ്നേഹത്തോടുകൂടിയാണ്. ഒരു മിനിറ്റ്, മറ്റുള്ളവരെ വിളിക്കുന്ന മാതിരിയല്ല ഇവന് ഒക്കെ അങ്ങനെ ഭാഷ. എന്റെ അച്ഛനെ ഞാൻ മകനായ ലാലേട്ടൻ അങ്ങനെ ലാലേട്ടൻ എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. അച്ഛനെ ഇപ്പൊ അച്ഛന്റെ മകന്റെ പേര് ഇങ്ങനെ വിളിക്കുമ്പോ അച്ഛനിങ്ങനെ വലിയ ഇത് തോന്നുന്നത്. അപ്പൊ ഞാൻ സാധാരണക്കാരൻ ഇത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മേലെ എനിക്ക് ബിഗ് ബോസ് തന്നിട്ടുണ്ട്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. അത് വേറെ ഒന്നും അറിയില്ല. പറഞ്ഞോളൂ. അതെ, ഇനിയുള്ള ഇപ്പൊ ലൈഫ് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞാൽ അമ്പലം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണോ, അതോ ബിഗ് ബോസ് താരം രതീഷ് കുമാറിന്റെ പുതിയ ജീവിതമാണോ? ഞാൻ നാളെ എന്റെ മെഡിക്കലിന്റെ ബിസിനസ്സിൽ പോകും. എനിക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ എനിക്ക് അതൊക്കെ വേണ്ടേ. അത്രേ ഉള്ളൂ. അടുത്ത സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഒരാളുടെ പേര് ഞാൻ പറയുന്നത്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവര് ഇഷ്ടം പോലെ അവരുടെ ഗെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ. അവര് എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്. എങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നിയ ഞാൻ പറഞ്ഞില്ല, എന്റെ ജിൻഡോ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും ഭയങ്കര ക്ലോസ് ആണ്. അവനായിട്ട് ഭയങ്കര കോംബോ ആണ്. അവൻ ഒരു പാവാണ്. എന്ന് വെച്ചിട്ട് ജിൻഡോ നല്ല പ്ലെയർ ആണെന്നും അല്ലാന്നും പറയുന്നില്ല. അവൻ നല്ല പ്ലെയർ ആണ്. ഞാൻ പറയുന്നത് അവൻ നല്ല പ്ലെയർ ആണ്. അവന്റെ വാക്കുകൾ മാത്രമാണ് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് കെയർ കൊടുത്തു. ജിൻഡോ നല്ല പ്ലെയർ ആണ്. ജിൻഡോ മാത്രമേ ഉള്ളൂ, സകല ആൾക്കാർ നല്ല പ്ലെയറാണ്, നല്ല പ്ലെയേഴ്സ് ആണ്. അവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഞാൻ ഓടിച്ചാടി എല്ലാവരും നടന്നതൊക്കെ. കാരണം എൻ്റെ മുമ്പിൽ 7 ദിവസമേ ഉള്ളൂ. 7 ദിവസം കഴിഞ്ഞാൽ ഒന്നെനിക്ക് ചിലപ്പോൾ എനിക്കൊരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ 7 ദിവസം കൊണ്ട് രതീഷ് കുമാറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നൊക്കെ ദൈവത്തിന്റെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ് ബിഗ് ബോസ് ആയി. ഈ ബിഗ് ബോസ് ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോടും, ബിഗ് ബോസ് പ്രേക്ഷകരോടും, ഏഷ്യാനെറ്റ് പ്രേക്ഷകരോടും, മലയാളികളോടും, ലോകത്തുള്ള മലയാളികളോടും എനിക്കെന്ന സ്നേഹം ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റിനും കൊടുക്കുക, ബിഗ് ബോസിന് കൊടുക്കുക. ബിഗ് ബോസ് നല്ല ഷോ ആണ്, സത്യസന്ധമായിട്ടുള്ള ഷോ ആണ്. ബിഗ് ബോസിനെ സ്നേഹിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാപ്പി അല്ലേ? ഓക്കെ.